ശ്രീ മഹാഭാരതത്തിലെ വനപർവ്വത്തിന്റെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകരണമാണ് യക്ഷപ്രശ്നം എന്ന് നമ്മൾ കണ്ടു. യക്ഷപ്രശ്നത്തിലെ യക്ഷന്റെ ചോദ്യങ്ങളും യുധിഷ്ഠിര മഹാരാജാവിന്റെ ബുദ്ധിപൂർവകമായ മറുപടിയും കേട്ട് സന്തോഷിച്ച യക്ഷൻ അദ്ദേഹത്തിന് മരിച്ചുപോയ 4 സഹോദരന്മാരെയും ജീവിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്നത് മാത്രമല്ല, 4 പേരിൽ ആരെ ജീവിപ്പിക്കണം എന്ന് ചോദിച്ച സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് നകുലനെ ജീവിപ്പിക്കണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. കാരണം എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കർക്കശമായിട്ട് അനുഷ്ഠിക്കുന്നത് ആനൃശംസ്യം എന്നുള്ള ഒരു അഹിംസ അല്ലെങ്കിൽ ദയ എന്ന് പറയുന്ന ആ ഒരു ധർമ്മത്തെയാണ്. അപ്പോൾ എൻ്റെ അമ്മയായ കുന്തിയുടെ മകനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലെ മാദ്രിയും പുത്രവതിയായിട്ട് തന്നെ ഇരിക്കണം. അത് അവർ പിതൃലോകത്തിലാണെങ്കിൽ പോലും ഏത് ലോകത്തിലാണെങ്കിലും പുത്രവതി ആയിരിക്കട്ടെ. ഈ ഒരു സമത്വം അമ്മമാർ തമ്മിൽ ഞാൻ കണക്കാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം പ്രമാണമായിട്ട് പറഞ്ഞത് ധർമ്മ ഏവ ഹതോ ഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ ഹനിച്ചാൽ ഹനിക്കപ്പെട്ട ധർമ്മം നമ്മളെ ഹനിക്കും, ധർമ്മത്തെ രക്ഷിച്ചാൽ രക്ഷിക്കപ്പെട്ട ധർമ്മം നമ്മളെ രക്ഷിക്കും എന്നുള്ള ശാശ്വതമായ ഒരു സനാതന സത്യം, സനാതന ധർമ്മം എന്ന് പറയുന്നത് ഈ ഒരു ധർമ്മത്തോടുള്ള കാഴ്ചപ്പാട് തന്നെയാണ്. ആനൃശംസ്യം ആണ് മനുഷ്യന്റെ പരമധർമ്മം എന്നിവിടെ പറയുന്നു. അതുതന്നെയാണ് അഹിംസയായിട്ടും വരുന്നത്. അങ്ങനെ 4 സഹോദരന്മാരെയും ജീവിക്കാൻ വേണ്ടിയിട്ട് യക്ഷൻ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ആ യക്ഷനോട് ചോദിച്ചു, അങ്ങ് ഈ സരസ്വര് ഏകപാദനായിട്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അപരാജിതനായിട്ടിരിക്കുന്ന അങ്ങ് ആരാണ്? ദേവനാണോ യക്ഷനാണോ? വസുക്കളിൽ പ്രമുഖനായിട്ടുള്ള ഏതെങ്കിലും വസുവാണോ? രുദ്രന്മാരിൽ പ്രമാണിയായിട്ടുള്ള ആളാണോ? മരുത്തുകളിൽ വെച്ച് ശ്രേഷ്ഠനാണോ? അതോ ദേവരാജാവായ ഇന്ദ്രൻ തന്നെയാണോ? അങ്ങ് ഞങ്ങൾക്ക് സുഹൃത്താണോ? അതോ അങ്ങ് എൻ്റെ അച്ഛനായിട്ടുള്ള ധർമ്മദേവൻ തന്നെയാണോ? ആരാണ് അങ്ങ് ഇന്ന് വെളിപ്പെടുത്തൂ എന്ന് പറഞ്ഞു. വെറും ഒരു പക്ഷിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പൊ യക്ഷൻ പറഞ്ഞു, അഹം തേ ജനകസ്താത ധർമ്മോ മൃദു പരാക്രമ ത്വാം ദിദൃക്ഷു അനുപ്രാപ്തോ വിദ്ധിമാം ഭരതർഷഭ. ഹേ അമൃദു പരാക്രമനായ, മൃദുവല്ലാത്ത കഠിനമായ പരാക്രമത്തോടു കൂടിയവനെ, ഞാൻ എൻ്റെ ജനകനായിട്ടുള്ള അച്ഛനായിട്ടുള്ള ധർമ്മനാകുന്നു. നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഉപായം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്നത്. ധർമ്മൻ എന്ന് ഞാൻ എന്നെ പറയുമ്പോൾ എൻ്റെ സ്വരൂപം എന്താണെന്ന് കൂടി പറയാം. എൻ്റെ സ്വരൂപം എന്താണ്? എൻ്റെ ശരീരം എങ്ങനെയുള്ളതാണ്? യശസ്സത്യം ദമശൗചം ആർജവം ഹ്രീരചാപലം ദാനം തപോ ബ്രഹ്മചര്യം ഇത്യേതാസ്തനവോ നൃപ. യശസ്, സത്യം, ദമം അതായത് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയാം, ശൗചം ശുദ്ധി, ആർജവം എന്ന് വെച്ചാൽ ഋജുവായിട്ടുള്ള നേരവോ എന്നുള്ള മനസ്സും വാക്കും പ്രവൃത്തിയും, ഹ്രീഹി സങ്കോചം അല്ലെങ്കിൽ ലജ്ജ, തെറ്റ് ചെയ്യാനുള്ള സങ്കോചം, അചാപലം മനസ്സിന് ചാഞ്ചല്യമില്ലാത്ത അവസ്ഥ, ദാനം, തപസ്, ബ്രഹ്മചര്യം. ഈ 10 കാര്യങ്ങളാണ് എൻ്റെ ശരീരം എന്ന് പറയുന്നത്, ധർമ്മത്തിൻ്റെ ശരീരം. അതുപോലെ അഹിംസ, സമത, ശാന്തി, ആനൃശംസ്യം, അമത്സരഹ ദ്വാരാണ്യേതാനി മേ വിദ്ധി പ്രിയോഹ്യസി സദാ മമ. എനിക്ക് 5 ദ്വാരങ്ങൾ എന്ന് വെച്ചാൽ എന്നിലേക്ക് 5 വാതിലുകൾ ഉണ്ട് എന്നർത്ഥം. അഹിംസ, സമത, ശാന്തി, ആനൃശംസ്യം, നേരത്തെ പറഞ്ഞ അഹിംസ, അമത്സരം മത്സരമില്ലായ്മ. ഈ 5 ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ളവനാണ് ഞാൻ എന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ധർമ്മൻ പിന്നീട് പറയുന്നു, അങ്ങയിൽ പല ഗുണങ്ങളുമുണ്ട് ഞാൻ കാണുന്നു. ദിഷ്ട്യാ പഞ്ചസുരക്തോസി ദിഷ്ട്യാ തേ ഷഡ്പദീജിത ദ്വേ പൂർവേ മധ്യമേ ദ്വേ ചാന്തേ സാംപരായികേ. അങ്ങേക്ക് 5 കാര്യങ്ങളിൽ അങ്ങക്ക് രാഗമുണ്ട്. അതുപോലെ ഷഡ്പദികളെ അങ്ങ് ജയിച്ചിരിക്കുന്നു. 6 കാലുകളോട് കൂടിയിട്ടുള്ള ഒന്നിനെ അങ്ങ് ജയിച്ചിരിക്കുന്നു. ആ 6 കാലുകളിൽ ഒന്ന് മുമ്പേ ഉള്ളതും ഒന്ന് രണ്ടെണ്ണം മുമ്പേ ഉള്ളതും 2 മധ്യത്തിലുള്ളതും 2 അവസാനമുള്ളതുമാണ് എന്ന് പറഞ്ഞു. ഇത് മഹാഭാരതത്തിൽ നമ്മൾ ഇടക്കിടക്ക് ചില നമുക്ക് മനസ്സാക്കാൻ പറ്റാത്തതായ ചില ഗ്രന്ഥി മഹാഭാരതത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു. 1800 ചില്ലുവാനും
ഗ്രന്ഥഗ്രന്ഥികളുണ്ട്. ചില ശ്ലോകങ്ങൾ ഗണപതി ഭഗവാന് പോലും പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാത്ത ശ്ലോകങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു ശ്ലോകമായിരിക്കാം ഇത്. ഏതായാലും വ്യാഖ്യാതാക്കൾ ഇതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. 5 കാര്യങ്ങളിൽ അങ്ങേക്ക് രാഗമുണ്ട് എന്ന് പറഞ്ഞത് ശമം, ദമം, ഉപരതി, തിതിക്ഷ, സമാധാനം എന്നിങ്ങനെയുള്ള സാധന പഞ്ചകങ്ങളാണ്. അതിൽ അങ്ങേക്ക് താല്പര്യമുണ്ട് എന്നർത്ഥം. ദിഷ്ട്യാതേ ഷഡ്പദീജിത. ഷഡ്പദീജിത, ഷഡ്പതിയെ അങ്ങ് ജയിച്ചിരിക്കുന്നു. 6 കാലുള്ള ഒന്നിനെ അങ്ങ് ജയിച്ചിരിക്കുന്നു. ഈ 6 കാലുകൾ ഏതൊക്കെയാണ്? ക്ഷുത്ത്, തൃഷ്ണ, ദാഹവും വിശപ്പും, പിന്നെ ശോകം, മോഹം, പിന്നെ ജരാ, മൃത്യു. ഈ 6 കാലുകളിൽ, അതായത് ഈ 6 എണ്ണവും എന്താണ്? ദ്വന്ദ്ങ്ങളാണ്. ഈ ദ്വന്ദ്ങ്ങളെ ജയിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ദ്വന്ദ്ങ്ങളിൽ 2 എണ്ണം ജീവിതത്തിന്റെ ആദ്യ ഭാഗത്തും 2 എണ്ണം ജീവിതത്തിന്റെ മധ്യഭാഗത്തും 2 എണ്ണം ജീവിതത്തിന്റെ അവസാന കാലത്തുമാണ് വരുന്നത്. ക്ഷുത്ത്, തൃഷ്ണ, ദാഹവും വിശപ്പും ജീവിതത്തിന്റെ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിന്റെ മധ്യഭാഗമാകുമ്പോഴാണ് നമുക്ക് ശോകമോഹങ്ങൾ കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ ജീവിതത്തിന്റെ അവസാനമാകുമ്പോഴേക്കും ജര, മൃത്യു, ഇത് രണ്ടും നമ്മളെ ബാധിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള 6 കാലുകളോട് കൂടിയിട്ടുള്ള ഷഡ്പതിയെ അങ്ങ് ജയിച്ചിരിക്കുന്നു. 5 കാര്യങ്ങൾ അങ്ങക്ക് താല്പര്യവുമുണ്ട് എന്ന് വെച്ചാൽ അങ്ങ് പരമധർമ്മിഷ്ഠനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ഞാൻ അങ്ങേ സന്തോഷിച്ച് വരം തരാം, നിനക്ക് ഞാൻ വരം തരാം. എൻ്റെ ഭക്തന്മാർക്ക് ഒരു കാലത്തും ദുർഗതി വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നിനക്ക് വരം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിന് വേണമെങ്കിൽ എന്ത് വരവും ചോദിക്കാം. ഇപ്പൊ കർണൻ ഇന്ദ്രനോട് ചോദിച്ചത് തൻ്റെ ഏറ്റവും പ്രബലനായ ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ആയുധം വേണമെന്ന് പറഞ്ഞു. മറ്റോരോരുത്തരും അങ്ങനെ അവനവൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടും അവനവൻ്റെ ജീവിത സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടും ഒക്കെ വരം തേടുമ്പോൾ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ച വരം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത്, ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ അരണി ഉപയോഗിച്ച് അഗ്ന്യാധാനം ചെയ്യുന്ന സമയത്ത് ആ അരണി ഒരു മാനിൻ്റെ കൊമ്പിൽ ഉടക്കിയിട്ട് അത് ഓടിപ്പോയി, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, അരണി നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ആ ബ്രാഹ്മണന്റെ അഗ്നിക്ക് ലോപം വരാൻ പാടില്ല, അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിത്യേനുള്ള അഗ്ന്യാധാനത്തിന് അല്ലെങ്കിൽ അഗ്നിഹോത്രത്തിന് തടസ്സം വരാൻ പാടില്ല, ഇതാണ് എൻ്റെ വരം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വളരെ ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല വരം ചോദിച്ചത്, ബ്രാഹ്മണന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് വരം ചോദിച്ചു. അപ്പോൾ യക്ഷൻ പറഞ്ഞു, ആ മാനിൻ്റെ രൂപത്തിൽ വന്നതും അരണിയെ തട്ടിയെടുത്ത് കൊണ്ടുപോയതും ഞാൻ തന്നെയാണ്. നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്വീകരിച്ച ഒരു ഉപായം മാത്രമാണ് ഈ അരണി എടുത്തു കൊണ്ടുപോയ ഈ മാനിൻ്റെ ഈ ഒരു നാടകം. നീ മറ്റൊരു വരം ചോദിച്ചോളൂ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഗ്നിരോഗം വരികയില്ല, ഈ അരണി ഞാൻ തിരിച്ചു തരികയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ മഹാരാജാവ് അടുത്ത വരം ചോദിക്കുകയാണ്, വർഷാണി ദ്വാദശാരണ്യേ ത്രയോദശമുപസ്ഥിതം തത്രനോ നാഭിജാനി യുർവസതോ മനുജാ ക്വചിൽ. 12 വർഷം ഞങ്ങൾ കാട്ടിൽ പൂർത്തിയാക്കി, ഇനി 13ാമത്തെ വർഷം, ഒരു വർഷം അജ്ഞാതവാസ കാലത്ത് ആളുകൾ ആരും ഞങ്ങളെ തിരിച്ചറിയാൻ പാടില്ല. അതാണ് ഇത് ദുര്യോധനനുമായിട്ടുള്ള ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്. ആരും തിരിച്ചറിയാതെ ഒരു വർഷം അജ്ഞാതമായിട്ട് കഴിയുക എന്നുള്ളതാണ്. അത് തിരിച്ചറിയരുത് എന്ന വരം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ യക്ഷൻ പറഞ്ഞു, യദ്വി സ്വേന രൂപേണ ചരിഷ്യഥ മഹീമിമാം നവോ വിജ്ഞാസ്യതേ കശ്ചിത് ത്രിഷു ലോകേഷു ഭാരത. നിങ്ങൾ 5 പേരും കൃഷ്ണയും സ്വന്തം രൂപത്തിൽ തന്നെ ഈ ലോകത്ത് ജീവിച്ചാൽ പോലും 3 ലോകത്തിലുമുള്ള ആർക്കും തന്നെ അങ്ങയെ തിരിച്ചറിയുകയില്ല, നിങ്ങളെ 5 പേരെയും തിരിച്ചറിയുകയില്ല എന്നുള്ള വരം അദ്ദേഹം കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ഗൂഢമായിട്ട് ആരും അറിയാതെ വിരാട നഗരിയിൽ ചെന്ന് താമസിച്ചോളൂ. വിരാട രാജാവിൻ്റെ രാജ്യം, വിരാട രാജ്യം, ആ രാജാവിൻ്റെ അടുത്ത് അങ്ങ് നിങ്ങൾ ചെന്ന് താമസിച്ചോളൂ. യദ്വ സങ്കല്പിതം രൂപം മനസാ യസ്യ യാദൃശം താദൃശം താദൃശം സർവേ ഛന്ദതോ ധാരയിഷ്യഥ എന്നൊരു വരം കൂടി അദ്ദേഹം കൊടുത്തു. നിങ്ങൾ ഏത് രൂപമാണോ സ്വയം സങ്കല്പിക്കുന്ന, മനസ്സുകൊണ്ട് ഏത് രൂപത്തെ നിങ്ങൾ സങ്കല്പിക്കുന്നുവോ അല്ലെങ്കിൽ ഏതൊരു രൂപത്തെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതാത് രൂപത്തിൽ നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട്, ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറാനുള്ള അനുഗ്രഹവും ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വനവാസത്തിൻ്റെ അവസാനം വാസ്തവത്തിൽ വന്നു ചേർന്ന വലിയൊരു ദുഃഖമെന്ന് തോന്നിയത് വാസ്തവത്തിൽ അനുഗ്രഹമായിരുന്നു, ധർമ്മദേവൻ്റെ തന്നെ അനുഗ്രഹമായിരുന്നു. ധർമ്മത്തെ ജീവിതത്തിൻ്റെ പരമാവധി എല്ലാം തിരിച്ചും ജീവൻ പോലും ഉപേക്ഷിച്ചുകൊണ്ടും ധർമ്മത്തെ രക്ഷിക്കാൻ തയ്യാറായ ആളുകൾക്ക് ധർമ്മം തന്നെ ഒരു ദേവതാരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം ചൊരിയുന്നതായ ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ധർമ്മം ആരുടെ പക്ഷത്താണ്, അല്ലെങ്കിൽ ധർമ്മം ആരാണ് മഹാഭാരതത്തിൽ അനുഷ്ഠിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും, മഹാഭാരതം വായിച്ചവർക്ക് സംശയം വരില്ല. അവർക്കറിയാം പാണ്ഡവന്മാരാണ് ധർമ്മം അനുഷ്ഠിച്ചത്.
ദുര്യോധനനാണ് കർണനാണ് ധർമ്മം അനുഷ്ഠിച്ചത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ മഹാഭാരതം വായിച്ചിട്ടില്ല എന്നതാണ് അതിന് കാരണം. ഇത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. മഹാഭാരതം കൃത്യമായിട്ട് തന്നെ നമ്മൾ വായിച്ച് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് യക്ഷൻ പറയുകയാണ്, നിനക്ക് വരം തന്നിട്ട് എനിക്ക് മതിയായില്ലല്ലോ മോനെ എന്ന് പറയുകയാണ്. കാരണം എന്താണ്? വലിയ സ്വാർത്ഥമായ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, വലിയ എന്തെങ്കിലും തന്നിട്ട് പോകാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ യുധിഷ്ഠിരൻ പറയാൻ, അങ്ങയുടെ ഇഷ്ടം പോലെ ഞാൻ വരം ചോദിക്കാം. ജയേയം ലോഭമോഹവൂച്ച ക്രോധം ചാഹം സദാ വിഭോ ദാനേ തപസി സത്യേച മനോമേ സതതം ഭവേത്. ഞാൻ ലോഭമോഹവൂ ജയേയം, ഞാൻ ലോഭത്തെയും മോഹത്തെയും ജയിക്കാൻ എനിക്ക് സാധിക്കട്ടെ, ക്രോധത്തെയും ഞാൻ ജയിക്കട്ടെ, ദാനത്തിലും തപസ്സിലും സത്യത്തിലും എൻ്റെ മനസ്സ് എന്നും പ്രവർത്തിക്കട്ടെ. ഇങ്ങനൊരു വരം ചോദിക്കാൻ, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ, ദുര്യോധനാദികൾ മുഴുവൻ കൊല്ലപ്പെടണമെന്നോ, തനിക്ക് രാജ്യം തിരിച്ചു കിട്ടണമെന്നോ, തനിക്ക് സകല സൗഭാഗ്യങ്ങളും വരണമെന്നോ, ശത്രുക്കൾ സംഹരിക്കപ്പെടണമെന്നോ വരം ചോദിക്കാതെ, എനിക്ക് ലോഹവും മോഹവും മത്സരവും ക്രോധവും ഇല്ലാതാകണമെന്നും, ദാനത്തിലും തപസ്സിലും സത്യത്തിലും നിഷ്ഠയുണ്ടാകണമെന്നും, മനസ്സ് അതിൽ ആണ് പ്രവർത്തിക്കേണ്ടതെന്നും വരം ചോദിക്കാൻ സാധിക്കുന്ന ഏത് ഋജുബുദ്ധിയാണ് നമുക്ക് യുധിഷ്ഠിരനല്ലാതെ മറ്റൊരാളെ കാണാൻ സാധിക്കുക? ഒരുപക്ഷെ വിതുരരെ പോലെയുള്ള മഹാത്മാക്കളൊക്കെ ഉണ്ട്. മഹാഭാരതത്തിൽ ധാരാളം മഹാത്മാക്കളുണ്ട്. പക്ഷേ മഹാഭാരതത്തിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളായ ഈ കുരുവംശ രാജകുമാരന്മാരിൽ, പാണ്ഡവന്മാരിൽ, പ്രത്യേകിച്ചും യുധിഷ്ഠിരനല്ലാതെ ആരിലെങ്കിലും ഈ ഒരു ധർമ്മബുദ്ധി നമുക്ക് കാണാൻ സാധിക്കുമോ? അവിടെയാണ് ധർമ്മപുത്രരുടെ ധർമ്മബോധം. മഹാഭാരതത്തിലെ ധർമ്മത്തിൻ്റെ പ്രതീകമായിട്ട് ധർമ്മമയോ മഹാദ്രുമ എന്ന് വ്യാസൻ തന്നെ പറഞ്ഞ ധർമ്മരൂപിയായിരിക്കുന്ന മഹാവൃക്ഷമാണ് യുധിഷ്ഠിരൻ എന്ന കാര്യമാണ് ഇവിടെ വ്യാസൻ നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് മഹാഭാരതം അതിലെ ധർമ്മം എന്താണെന്നും അതിലെ ധർമ്മിഷ്ഠൻ ആരാണെന്നും ആർക്കും സംശയത്തിന് അവിടെ അവകാശമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ വരം നൽകിയിട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ആ യക്ഷൻ്റെ രൂപത്തിൽ വന്ന ധർമ്മദേവൻ അന്തർധാനം ചെയ്തു. ഈ കഥ പറഞ്ഞതിന് ശേഷം ഈ കഥക്ക്, യക്ഷപ്രശ്നം എന്ന ഈ കഥക്ക് മാത്രമായിട്ട് ഒരു ഫലശ്രുതി, ഇത് കേട്ടാലും പഠിച്ചാലും ഉണ്ടാകുന്ന ഫലമെന്താണ് എന്ന് വ്യാസൻ പറഞ്ഞു. ഗിതം സമുത്ഥാന സമാഗതം മഹത് പിതുശ്ച പുത്രസ്യ കീർത്തിവർദ്ധനം പഠൻ നരസ്യാത് വിജിതേന്ദ്രിയോ വശി സ്വപുത്ര പൗത്ര ശതവർഷഭാഗ് ഭവേത്. ഈ കഥാഭാഗത്തെ, ഇതിൻ്റെ തത്വങ്ങളെ നമ്മൾ അനുസന്ധാനം ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആളുകൾക്ക് സമുത്ഥാനം സമാഗതം, ഈ പാണ്ഡവന്മാരുടെ മരണവും പിന്നീട് അവർ എഴുന്നേറ്റ് വരുന്നതും, അച്ഛനും മകനും തമ്മിലുള്ള സമാഗമം, ധർമ്മപുത്രനും ധർമ്മനും തമ്മിലുള്ള സമാഗമം, അവരുടെ സംവാദം, ഈ കഥ കീർത്തിവർദ്ധനം, കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് പഠിക്കുന്ന മനുഷ്യന് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കും. വശീ, എല്ലാറ്റിനെയും തന്നിലേക്ക് വശീകരിക്കാൻ സാധിക്കും, എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. സകല ആഗ്രഹങ്ങളും സാധിക്കുകയും ചെയ്യും എന്നർത്ഥം. ആഗ്രഹങ്ങൾ ഇല്ലാതാകും എന്നുള്ള വരവും എന്നുള്ള ഒരു ഫലവും, അതോടൊപ്പം എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ലോകജയം സാധിക്കും എന്നർത്ഥം. അതുപോലെ പുത്ര പൗത്രന്മാരായിട്ടുള്ള ആ കുടുംബസമേതമായിട്ട് 100 വർഷക്കാലം ജീവിക്കാനും സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഫലം. മഹാഭാരതത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം ഫലശ്രുതികൾ നമ്മൾ കാണുകയുള്ളൂ. അപ്പോൾ ഈ കഥയുടെ പ്രാധാന്യം, ഇതിൻ്റെ മാഹാത്മ്യമാണ് ഈ ഫലശ്രുതി നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനെ യക്ഷപ്രശ്നം കഴിഞ്ഞ ശേഷം വിരാട നഗരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണല്ലോ യക്ഷൻ അല്ലെങ്കിൽ ധർമ്മദേവൻ അവരോട് പറഞ്ഞത്. തങ്ങളുടെ കൂടെയുള്ള നിരവധി ബ്രാഹ്മണരുണ്ട്, 100 കണക്കിന് ബ്രാഹ്മണരുണ്ട്. അവരുടെ സേവ ചെയ്തുകൊണ്ടും അവർക്ക് സേവനം ചെയ്തുകൊണ്ടും അവരുടെ കഥകൾ കേട്ടും ഉപദേശങ്ങൾ കേട്ടുമാണ് 12 വർഷം കഴിഞ്ഞുകൂടിയത്. അവരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരനും പാണ്ഡവന്മാരും അവരെ ചെന്ന് വീട് നമസ്കരിച്ചു. തൊഴുകയുമായിട്ട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, ധൃതരാഷ്ട്രപുത്രന്മാരുടെ അന്യായം കൊണ്ടും കള്ളച്ചൂത് കളി കൊണ്ടും ഞങ്ങൾക്ക് രാജ്യം നഷ്ടപ്പെട്ട് ദുഃഖിതരായിട്ട് ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് 12 വർഷം ഞങ്ങൾ ഈ കാട്ടിൽ കഴിഞ്ഞു, പ്രതിജ്ഞ നിറവേറ്റി. ഇനി ഞങ്ങൾക്ക് 1 വർഷം അജ്ഞാതവാസത്തിൻ്റെ സമയമാണ്. അതിന് ഞങ്ങൾക്ക് അനുവാദം തരണം. എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണർ അജ്ഞാതവാസ കാലത്ത് ഇവരെ പിന്തുടർന്ന് ജീവിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വിട തരണം എന്നാണ്. വളരെ ഒരു ഹൃദയസ്പർശിയായ ഒരു രംഗമാണിത്. കാരണം 12 വർഷക്കാലം തനിക്ക് തൻ്റെ കൂടെ കഴിഞ്ഞ് തനിക്ക് എല്ലാ ഉപദേശവും തന്ന്, ധർമ്മോപദേശം തന്ന്, തൻ്റെ ജീവിതം ധന്യമാക്കി തീർത്ത ആ ബ്രാഹ്മണരെയാണ് പറഞ്ഞേക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ദുര്യോധനും ശകുനിയും കർണനും
തങ്ങളെ ഏത് വിധേനം തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കും. ചാരന്മാരെ വിട്ടുകൊണ്ടും പൗരന്മാരെ വിട്ടുകൊണ്ടും മറ്റ് പല രീതിയിലും അവർ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കും. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 12 വർഷം വനവാസം ചെയ്യേണ്ടിയും വരും. ഇതാണ് വ്യവസ്ഥ. അതുകൊണ്ട് നിങ്ങളോട് യാത്ര പറഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് ജീവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അഭിനസ്തദ് ഭവേത് ഭൂയോ യദ്വയം ബ്രാഹ്മണേ സഹ, മഹാബ്രാഹ്മണരായ നിങ്ങളോടൊപ്പം ഇനിയും കഴിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എപ്പോഴാണത്? സമസ്താഹ സ്വേഷു രാഷ്ട്രേഷു സ്വരാജ്യസ്ഥ ഭവേമഹി. എനിക്ക് സ്വന്തം രാഷ്ട്രം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വന്തം രാഷ്ട്രത്തിൽ എല്ലാവരും എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, അന്ന് വീണ്ടും നിങ്ങളെ കണ്ടുമുട്ടി നിങ്ങളുടെ കൂടെ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കി. അദ്ദേഹത്തിന് കണ്ണീർ അടക്കാൻ സാധിച്ചില്ല, ദുഃഖം സഹിക്കാൻ സാധിച്ചില്ല. ദുഃഖശോകാർത്തനായിട്ട് യുധിഷ്ഠിര മഹാരാജാവ് അവിടെ മോഹിച്ച് ബോധം കെട്ട് വീഴുകയാണ്. ബ്രാഹ്മണരോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി, സജ്ജനങ്ങളോടുള്ള ഭക്തി, ധർമ്മത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അങ്ങേയറ്റത്തെ ഹൃദയബന്ധവുമാണത് കാണിക്കുന്നത്. അദ്ദേഹം വീണപ്പോൾ ബ്രാഹ്മണർ തന്നെ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, പരിചരണം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഉപാധ്യായനായിട്ടുള്ള ധൗമ്യൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലേ യുധിഷ്ഠിര, അങ്ങ് ധർമാത്മാവാണ്, സത്യസന്ധനാണ്, ജിതേന്ദ്രിയനാണ്. അങ്ങയെപ്പോലുള്ള ആളുകൾക്ക് ഈ ഒരു മോഹം പാടില്ല. ഇങ്ങനെ അങ്ങ് മനസ്സ് ഒരു തരത്തിലും അങ്ങേക്ക് ദുർബലമാകാൻ പാടില്ല എന്നാണ്. നോക്കൂ, വേഷന്മാർ ജീവിച്ച കഥ നിങ്ങൾക്ക് മാത്രമല്ല, സാക്ഷാത് ദേവന്മാരെ പോലും വേഷം മാറി നടന്നിട്ടുണ്ട്. ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടി അവരും ഛന്നരായിട്ട് നടന്നു. പല വേഷങ്ങളിൽ പല നാടുകളിലും അവർ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നിട്ടുണ്ട് ദേവന്മാർക്ക്. ഇന്ദ്രൻ നിഷധം എന്ന് പറയുന്ന ആ ദേശത്ത് അവിടെയുള്ള ഗിരിപ്രസ്ഥാശ്രമത്തിൽ കുറേ കാലം വേഷം മാറി കഴിഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? അസുരന്മാരെ നിഗ്രഹിക്കാനുള്ള നല്ല അവസരം കാത്തു നിൽക്കുകയായിരുന്നു. അതുപോലെ മഹാവിഷ്ണു തന്നെ അശ്വശിരസ്സായിട്ട് ഹയഗ്രീവനായിട്ട് അദ്ദേഹം അതിഥിയുടെ ഗർഭത്തിൽ ദീർഘകാലം കഴിഞ്ഞുകൂടി ശത്രുവിനെ കൊല്ലാനുള്ള ഉചിതമായ സമയം കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ അതേ വിഷ്ണു തന്നെ വാമന രൂപത്തിൽ വാമനമൂർത്തിയായിട്ട് അവതരിച്ച് ഛന്നനായിട്ട് വേഷം മാറിയിട്ട് പ്രച്ഛന്ന വടുവായിട്ട് മഹാബലിയെ ചെന്നുകൊണ്ട് മഹാബലിയെ ചതിയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യ അധികാരത്തെ അദ്ദേഹം അപഹരിക്കുകയുണ്ടായി. അതുപോലെ അതേ വിഷ്ണു തന്നെ വൃത്രാസുരനെയും മറ്റും കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ്റെ വജ്രായുധത്തിൽ തൻ്റെ ശക്തിയെ സന്നിവേശിപ്പിച്ചിട്ട് അതുവഴി അസുരനെ കൊന്നിട്ടുണ്ട്. അതുപോലെ മഹാഭാരതത്തിന് ആദ്യ പർവ്വത്തിൽ പറഞ്ഞ കഥ ഓർക്കുന്നു. ഔറുവൻ എന്നു പേരുള്ള ഭൃഗുവംശത്തിലുള്ള മഹർഷി, അദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നു? അമ്മയുടെ ഊരുവിൽ, തുടയിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. ഗർഭപാത്രം വിട്ട് ഊരുവിലേക്ക് പ്രവേശിച്ചു. ഹൈഹയന്മാർ ഈ ഭൃഗുവംശത്തിലുള്ള ബ്രാഹ്മണരെ വംശഹത്യ ചെയ്യുന്ന ആ സന്ദർഭത്തിൽ പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ദേവകാര്യം ചെയ്യാനും വേണ്ടിയിട്ടും ഈ ഔർവൻ അമ്മയുടെ ഊരുവിലാണ് കഴിഞ്ഞുകൂടിയത്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വന്ന, അമ്മയെ കൊല്ലാൻ വേണ്ടി വന്ന ആ ഹൈഹയന്മാരുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു ഈ ഔർവന്റെ തേജസ് കൊണ്ട്. ഇതൊക്കെ മഹാഭാരതത്തിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ മഹാവിഷ്ണു രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ദശരഥന്റെ മകനായിട്ടും ഛന്നനായിട്ട് വേഷം മാറിയിട്ട് രൂപം മാറിയിട്ട് അയോധ്യയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മഹാത്മാക്കൾക്ക്, ദേവന്മാർക്ക് പോലും വിഷ്ണുവിനെ പോലും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അങ്ങ് വിഷമിക്കേണ്ടതില്ല. ഇത് കേട്ട യുധിഷ്ഠിരൻ ശാസ്ത്രബുദ്ധി കൊണ്ടും സ്വബുദ്ധി കൊണ്ടും സ്വയം ആശ്വാസം കണ്ടെത്തുകയാണ്. മഹർഷിമാരുടെ സഹായം എന്ന് പറയുന്നതാണ് അവരുടെ മനസ്സിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക, അത് ധർമ്മബോധം ഉണ്ടാക്കുക, അതുപോലെ പല രീതിയിൽ മനസ്സ് കുഴങ്ങുന്ന സമയത്ത് വഴി കാണിക്കുക എന്നുള്ളത് ആണ് ഋഷിമാരുടെ, ബ്രാഹ്മണരുടെ അവരുടെ ജീവിത ദൗത്യം എന്ന് പറയുന്നത്. അതിനാണ് അവർ ഈ ബ്രാഹ്മണരെ യുധിഷ്ഠിരൻ എന്നും കൂടെ കൊണ്ടു നടന്നത്. ബ്രാഹ്മണരോട് അനുവാദം വാങ്ങിയിട്ട് ബ്രാഹ്മണരൊക്കെ തന്നെ യുധിഷ്ഠിരാദികളോട് അനുവാദം വാങ്ങി അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ വീടുകളുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. അവരും ഈ ബ്രാഹ്മണരും കുടുംബം ഉപേക്ഷിച്ചുകൊണ്ട് 12 വർഷം ഈ രാജാവിനെ സേവിക്കാൻ വേണ്ടി കൂടെ വന്നു എന്ന് പറയുമ്പോൾ അവരുടെ ധർമ്മബോധത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചാൽ ജനിച്ച് ജീവിക്കുന്ന ഈ മഹാത്മാവിൻ്റെ കൂടെ നടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തെ സ്വയം സ്വീകരിച്ചുകൊണ്ട് പങ്കിട്ടെടുത്തുകൊണ്ട് കൂടെ നടന്ന് സഹായിക്കുകയായിരുന്നു ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, തപസ്സുകളായ ബ്രാഹ്മണർ. അവർ തിരിച്ച് അവരുടെ ഗ്രഹങ്ങളിലേക്ക് പോയി. പാണ്ഡവന്മാർ ധൗമ്യനോടും പാഞ്ചാലിയോടും ഒപ്പം ഏകാന്തമായൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ശാസ്ത്രവിശാരദന്മാരും സന്ധിവിഗ്രഹ കാലജ്ഞന്മാരുമായിട്ടുള്ള പാണ്ഡവന്മാർ ഈ അജ്ഞാതമാസകാലത്ത് എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് കൂടിയിരുന്നു കൊണ്ട് കൂടിയാലോചന മന്ത്രണം ചെയ്യുകയാണ്. ആ മന്ത്രണത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഈ വിരാടപർവ്വത്തിൽ കാണും. ഇവിടെ വനപർവ്വം സമാപിക്കുകയാണ്. മഹാഭാരതത്തിലെ വനപർവ്വം
ഏറ്റവും പവിത്രമായ ഒരു കഥാഭാഗം പർവ്വമാണ്. കാരണം എന്താണ്? ഇതിലാണ് മഹത്തായ തീർത്ഥയാത്രകളും മഹാത്മാക്കളായ മഹർഷിമാരുടെയും രാജർഷിമാരുടെയും ബ്രഹ്മർഷിമാരുടെയും കഥകളും കൊണ്ട് നിറഞ്ഞതും യുധിഷ്ഠിര രാജാവിൻ്റെ ധർമ്മബോധത്തെ, പാണ്ഡവന്മാരുടെ ധർമ്മബോധത്തെ പ്രത്യേകമായിട്ട് വിവരിക്കുന്നതുമായിട്ടുള്ള ഭാഗമാണ്. ഇതിൽ മഹാഭാരതത്തിലെ മുഖ്യ കഥയുമായിട്ട് ഇനി ഈ വനപർവ്വത്തെ ഒഴിവാക്കിയാൽ പോലും മഹാഭാരതത്തിൽ ഒരു ഉടച്ചിലും കഥയ്ക്ക് ഒരു ഉടച്ചിലും വരാനില്ല. കാരണം 12 വർഷം 13 വർഷം അവർ 12 വർഷം പൂർത്തിയാക്കിയിട്ട് അവർ തിരിച്ചു വന്നു, അല്ലെങ്കിൽ 13 വർഷം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വന്നു, യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാലുള്ള കഥ അവിടെ അവസാനിപ്പിക്കാം. പക്ഷേ ആ 12 വർഷക്കാലം പാണ്ഡവന്മാർ എങ്ങനെ കഴിഞ്ഞുകൂടി, അവരുടെ ജീവിത രീതി എന്തായിരുന്നു, അവരുടെ ചിന്ത എന്തായിരുന്നു, വിചാരം എന്തായിരുന്നു, ആചരണം എന്തായിരുന്നു, അതിലൂടെ നമുക്ക് ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ ധർമ്മത്തെ കാണിച്ചു തന്ന ഒരു പർവ്വമാണ് വനപർവ്വം എന്നുള്ളത് കൊണ്ട് ഈ വനപർവ്വത്തിന് തന്നെ ഒരു ഫലശ്രുതി പറഞ്ഞിട്ടുണ്ട്. ശുചിയായിട്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ തന്നെ ഇതിനെ ശ്രവണം ചെയ്യുന്നത്, അധ്യയനം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. സർവകാമപ്രാപ്തി, സർവകാമങ്ങളും സാധിച്ച് സ്വർഗവും ലഭിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഫലശ്രുതിയായിട്ട് പറഞ്ഞത്. ഇത് പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്രാഹ്മണനെ കൊണ്ട് പാരായണം ചെയ്യിപ്പിച്ച് ആ പാരായണം ചെയ്ത ബ്രാഹ്മണന് പായസാദികളെ കൊണ്ടുള്ള വിശിഷ്ടമായ ഭോജനം കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കണം. വസ്ത്രങ്ങൾ, പശുക്കൾ, സ്വർണം, രത്നം ഇവയും ശക്തിക്കനുസരിച്ച് ദാനം ചെയ്ത് സന്തോഷിപ്പിക്കണമെന്നാണ്. കപിലാദാനം, കറുത്ത പശുവിനെ ദാനം ചെയ്യുക. കൊമ്പിൽ സ്വർണം കിട്ടിച്ചും കുളമ്പിൽ വെള്ളി കിട്ടിച്ചും, അതുപോലെ ആ പശുവിനോടൊപ്പം തന്നെ കാംസ്യം, ഈ ഓട്ട് പാത്രം, പശുവിനെ കറക്കാനുള്ള പാത്രം അതുകൂടി ദാനം ചെയ്യണം. ഇതൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം നൽകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വനപർവ്വം ഇവിടെ അവസാനിപ്പിക്കുന്നത്. വനപർവ്വത്തിൻ്റെ അവസാനം ഞാൻ റെഫർ ചെയ്യുന്ന മഹാഭാരത ഗ്രന്ഥം, ഗീതാപ്രസന്ന മഹാഭാരത ഗ്രന്ഥത്തിൽ ഈ വനപർവ്വത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ടായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് മഹാഭാരതത്തിൽ പലവിധം പാഠങ്ങളാണ്, പലവിധം കഥകളാണ് എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. ഒറ്റ പാഠമേ ഉള്ളൂ. ഔത്തരാഹ പാഠത്തിൽ 10937 അനുഷ്ഠുപ ശ്ലോകങ്ങളും ദീർഘമായ വലിയ ശ്ലോകങ്ങൾ 785 എണ്ണവുമുണ്ട്. ആ 785 എണ്ണം ശ്ലോകത്തെ വീണ്ടും അനുഷ്ഠുപ്പ് പോലെ 32 എന്ന സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രന്ഥസംഖ്യ 1080 ആണ്. അതുകൂടി ചേർക്കുന്ന സമയത്ത് 12017 ഗദ്യങ്ങൾ, 171 പദ്യങ്ങളുമുണ്ട്, ഗദ്യമായിട്ടുള്ള ശ്ലോകങ്ങളുമുണ്ട്. ഇതെല്ലാം ചേർത്ത് 12188 ഗ്രന്ഥം, 32 അക്ഷരങ്ങൾ ചേർന്ന ഒരു ഗ്രന്ഥം. അങ്ങനെ 12188 ഗ്രന്ഥമാണ് ഔത്തരാഹ പാഠം, ഉത്തരേന്ത്യൻ പാഠം. ദാക്ഷിണാത്യ പാഠം, ദക്ഷിണ ഭാരതത്തിൽ പ്രചരിച്ച പാഠം എന്ന് പറയുന്നത് 87 ഗ്രന്ഥങ്ങളാണ്, 82ഉം 5ഉം ചേർത്ത്. അത്രയും ഗ്രന്ഥങ്ങളാണ് ഈ വനപർവ്വത്തിലുള്ളത്. ഏകദേശം 12000-ലധികം ഗ്രന്ഥങ്ങളുള്ളതാണ്. വലിയൊരു പർവ്വം തന്നെയാണ്. ഈ വനപർവ്വം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഈ മഹാഭാരത ഭാഗങ്ങൾ ശ്രവണം ചെയ്തവരും അഭിപ്രായങ്ങൾ പറഞ്ഞവരും പ്രോത്സാഹിപ്പിച്ചവരോടൊക്കെ തന്നെ വ്യക്തിപരമായിട്ട് കൃതജ്ഞത പറയുന്നു. ഇനി നമുക്ക് വിരാട പർവ്വത്തിലേക്ക് പ്രവേശിക്കാം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചെറിയ, അധികം വലുപ്പമില്ലാത്ത ഒരു പർവ്വമാണ് വിരാട പർവ്വം. പക്ഷെ അതിലും സംഭവബഹുലമായിട്ടുള്ള കഥാതന്തുവാണ് ഉള്ളത്. മഹാഭാരതത്തെ അറിയാൻ, മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ അറിയാൻ, ധർമ്മത്തെ അറിയാൻ, വ്യാസൻ്റെ ഹൃദയത്തെ അറിയാൻ നമ്മളേവരും വിരാടപർവ്വം ശ്രദ്ധയോടുകൂടി അധ്യയനം ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ആ വിരാടപർവ്വത്തിൽ വിരാട നഗരിയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം.